ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് തമ്പനെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? ഇതിൽ ചിലർക്കെങ്കിലും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി കാണും. ഹാസ് ഹാഡ്, ഹാവ് ഹാഡ്, അതുപോലെ തന്നെ ഹാഡ്. ഒരു കൺഫ്യൂഷനും വേണ്ട, ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹാസ് ഹാഡ്, ഹാവ് ഹാഡ്. ഒരുപാട് മുൻപേ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് പ്രസൻറ്റിൽ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഹാവും. ഇനി പാസ്റ്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമ്മൾ ഹാഡാണ് പറയുക. ഞാൻ ഒന്നുകൂടി പറയാം. പ്രസൻറ്റിൽ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഹാഫും. ഇനി പാസ്റ്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമ്മൾ ഹാഡ് ഉപയോഗിക്കും. ഇവരിൽ ഹാസിനും ഹാവിനും ഒരേ മീനിങ് ആണല്ലേ? വ്യത്യാസം സബ്ജക്റ്റിനനുസരിച്ചാണെന്ന് മാത്രം. ഇനി ഹാവിന് നമുക്ക് ഹെൽപ്പിംഗ് വേർബായും മെയിൻ വേർബായും സെൻറ്റൻസിൽ ഉപയോഗിക്കാം. ആദ്യം ഹാവ് ഒരു ഹെൽപ്പിംഗ് വേർബായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഈ സെൻറ്റൻസ് നോക്കിയേ. ഷീ ഹാസ് കംപ്ലീറ്റഡ് ദ വർക്ക്. ഷീ ഹാസ് കംപ്ലീറ്റഡ് ദ വർക്ക്. ഇവിടെ ഞാൻ ഹാസ് കംപ്ലീറ്റഡ് എന്നാണ് പറഞ്ഞത് അല്ലേ? ഇതിൽ മെയിൻ ആക്ഷൻ എന്നുള്ളത് കംപ്ലീറ്റ് എന്നതാണ്. മാത്രമല്ല ഹാസ് ഇവിടെ ഹെൽപ്പിംഗ് വേർബായാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഒരു സെൻറ്റൻസിലെ ഹെൽപ്പിംഗ് വേർബും മെയിൻ വേർബും നോക്കി സെൻറ്റൻസിൻ്റെ ടെൻസ് നമുക്ക് മനസ്സിലാക്കാം. ഹാസ് പ്ലസ് V3, ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണല്ലേ? കംപ്ലീറ്റ് എന്നതിൻ്റെ V3 കംപ്ലീറ്റഡ് ആണ്. കംപ്ലീറ്റ്, കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഹാസ് പ്ലസ് V3. അതുകൊണ്ടാണ് ഞാനിവിടെ ഷീ ഹാസ് കംപ്ലീറ്റഡ് ദ വർക്ക് എന്ന് എഴുതിയത്. ഇനി ഇതേ എക്സാമ്പിൾ തന്നെ നമുക്ക് സബ്ജക്റ്റ് പ്ലൂറൽ ആക്കി നോക്കാം. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ വരും? ഐ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. ഐക്ക് പകരം ദേയോ വിയോ എഴുതാട്ടോ. ഞാൻ ഐ പറഞ്ഞു എന്ന് മാത്രം. ഐ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. ഇവിടെ ഹാവ് എന്നുള്ളത് ഹെൽപ്പിംഗ് വേർബും കംപ്ലീറ്റഡ് എന്നത് മെയിൻ വേർബുമാണ്. ഇത് രണ്ടും പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു. ഇനി ഇതേ സെൻറ്റൻസിനെ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റിയാൽ ഷീ ഹാഡ് കംപ്ലീറ്റഡ് ദ വർക്ക്. ഷീ ഹാഡ് കംപ്ലീറ്റഡ് ദ വർക്ക്. ഹാഡ് ഹെൽപ്പിംഗ് വേർബും കംപ്ലീറ്റഡ് എന്നുള്ളത് മെയിൻ വേർബുമാണല്ലേ? ഇപ്പം ഈ പറഞ്ഞ സെൻറ്റൻസിലെല്ലാം തന്നെ ഹാവ് ഒരു ഹെൽപ്പിംഗ് വേർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഹാവ് ഒരു മെയിൻ വേർബായിട്ട് നോക്കാം. ഒരുപാട് അർത്ഥം തരുന്ന രീതിയിൽ ഹാവിന് നമുക്ക് മെയിൻ വേർബായിട്ട് ഉപയോഗിക്കാം. സാധാരണ ഈറ്റ്, ടേക്ക്, ഡ്രിങ്ക്, പോസസ്, എക്സ്പീരിയൻസ് എന്നിങ്ങനെ അർത്ഥം കിട്ടുന്ന രീതിയിലാണ് ഹാവ് നമ്മൾ മെയിൻ വേർബായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി പറയാം. ഈറ്റ്, ടേക്ക്, ഡ്രിങ്ക്, പോസസ്, എക്സ്പീരിയൻസ് എന്നീ അർത്ഥങ്ങൾ കിട്ടുന്ന രീതിയിലാണ് ഹാവ് നമ്മൾ മെയിൻ വേർബായിട്ട് ഉപയോഗിക്കുന്നത്. ദേ ഹാവ് ഡിന്നർ അറ്റ് 8 PM. ദേ ഹാവ് ഡിന്നർ അറ്റ് 8 PM. ഇവിടെ ഈറ്റ് എന്ന അർത്ഥത്തിലാണ് ഹാവ് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ വേറെ വേർബുമില്ല. അപ്പോൾ ഈ സെൻറ്റൻസിൽ ഹാവ് ഒരു മെയിൻ വേർബാണ്. ഐ ഹാവ് എ ബൈക്ക്. ഇവിടെ പൊസിഷൻ കാണിക്കാനാണ് ഹാവ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും ഹാവ് മെയിൻ വേർബായിട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഐ ഹാവ് എ ഹെഡേക്ക്. ഐ ഹാവ് എ ഹെഡേക്ക്. ഇവിടെയും വേറെ വേർബുകളൊന്നുമില്ല. ഹാവ് മെയിൻ വേർബായിട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം പറയാനാണ് ഈ സെൻറ്റൻസിൽ ഹാവ് ഉപയോഗിച്ചത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ ഇനി നമ്മൾ പറയുന്ന ഹാസ് ഹാഡ്, ഹാവ് ഹാഡ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഹാവ് എന്നത് ഒരു ഹെൽപ്പിംഗ് വേർബായിട്ടും മെയിൻ വേർബായിട്ടും ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. ഹാസ് ഹാഡ്, ഹാവ് ഹാഡ്. ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്ന ഹാസ്, ഹാവ്, ഹാഡ് എന്നിവ ഹെൽപ്പിംഗ് വേർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത് എഴുതിയിരിക്കുന്ന ഹാഡ് ഇതിൽ മെയിൻ വേർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാസ് ഹാഡ്, ഹാവ് ഹാഡ് എന്നിവ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലും ഹാഡ് എന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തതും ഇപ്പോൾ വരെ കണ്ടിന്യൂ ചെയ്തതും അല്ലെങ്കിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയതുമായ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ടെൻസിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. എക്സാമ്പിൾ പറയാം.
We have had dinner. We have had dinner. ഇവിടെ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം ഞങ്ങൾ ഡിന്നർ കഴിച്ചിരിക്കുന്നു എന്നാണ്. ഇതിൽ ആദ്യത്തെ ഹാവ് ഹെൽപ്പിംഗ് വേർബ് ആയിട്ടാണ് ഉപയോഗിച്ചത്. വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു ഹാസ് അല്ലെങ്കിൽ ഹാവിൻ്റെ കൂടെ V3 ആണ് പറയുക, അതായത് വെർബിൻ്റെ മൂന്നാമത്തെ രൂപം. കഴിക്കുക എന്നതിന് നമ്മൾ സാധാരണ ടു ഈറ്റ് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഈറ്റിൻ്റെ 3 രൂപങ്ങൾ V1, V2, V3 എന്നത് ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ എന്നതാണ്. ഇവിടെ ഈറ്റിന് പകരം മെയിൻ വേർബായിട്ട് ഹാവ് ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഹാവിൻ്റെ V3 ഹാഡ്, ഹാവ്, ഹാഡ്, ഹാഡ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലേ ആ സെൻറ്റൻസിൽ എങ്ങനെയാണ് ഹാവ് ഹാഡ് വന്നതെന്ന്. ഞാൻ ഒന്നുകൂടി പറയാം. വി ഹാവ് ഹാഡ് ഡിന്നർ എന്നതിൽ ഹാവ് ഹെൽപ്പിംഗ് വേർബും ഈറ്റ് എന്ന അർത്ഥത്തിൽ ഹാവിൻ്റെ V3 ആയാണ് ഹാഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാവിൻ്റെ 3 രൂപങ്ങളാണ് ഹാവ്, ഹാഡ്, ഹാഡ്. ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഷീ ഹാസ് ഹാഡ് 3 cups ഓഫ് കോഫി ടുഡേ. ഷീ ഹാസ് ഹാഡ് 3 cups ഓഫ് കോഫി ടുഡേ. ഇവിടെ ആദ്യം പറഞ്ഞ ഹാസ് ഹെൽപ്പിംഗ് വേർബാണ്. ഡ്രിങ്ക് എന്ന അർത്ഥത്തിലാണ് ഹാവ് മെയിൻ വേർബായിട്ട് ഈ സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ വേർബിൻ്റെ 3rd ഫോം ആണ് എഴുതുക. അപ്പോൾ ഇവിടെയും ഹാവ്, ഹാഡ്, ഹാഡ് എന്നതിൽ V3 ഹാഡ് ആണ്. അങ്ങനെ ഹാസ് ഹാഡ് കിട്ടി. ഇനി നെഗറ്റീവ് സെൻറ്റൻസ് ആയാലും നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഈ എക്സാമ്പിൾ നോക്കിയേ. ദേ ഹാവിൻറ്റ് ഹാഡ് എ ചാൻസ് ടു റീഡ് ദ ബുക്ക്. ദേ ഹാവിൻറ്റ് ഹാഡ് എ ചാൻസ് ടു റീഡ് ദ ബുക്ക്. നെഗറ്റീവ് ആക്കാൻ ഹെൽപ്പിംഗ് വേർബിൻ്റെ കൂടെയാണ് നോട്ട് ചേർക്കേണ്ടത്. ഇവിടെ ഹാവ് ആണ് ഹെൽപ്പിംഗ് വേർബ്. അപ്പോൾ നെഗറ്റീവ് ആക്കാൻ ഹാവ് പ്ലസ് നോട്ട് ഹാവിൻറ്റ്. ദേ ഹാവിൻറ്റ് ഹാഡ് എ ചാൻസ് ടു റീഡ് ദ ബുക്ക്. ഇനി ഹാഡ് എവിടെയാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം. ആദ്യം എക്സാമ്പിൾ പറയാം. ദ മൂവി ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ് വെൻ വി എൻറ്റേർഡ് ദ ഹാൾ. ദ മൂവി ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ് വെൻ വി എൻറ്റേർഡ് ദ ഹാൾ. ഈ സെൻറ്റൻസ് നോക്കിയേ. ഇവിടെ 2 ആക്ഷൻസ് പറയുന്നുണ്ട്. രണ്ടും പാസ്റ്റിലാണ്. ഞങ്ങൾ ഹാളിൽ കയറിയപ്പോഴേക്കും മൂവി തുടങ്ങിയിരുന്നു. ഒരു ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലും മറ്റേത് പാസ്റ്റ് പെർഫെക്റ്റിലുമാണ്. ദ മൂവി ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ്. പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡിന് ശേഷം V3 ഉപയോഗിക്കണം അല്ലേ. ഇവിടെ ആദ്യത്തെ ഹാഡ് ഹെൽപ്പിംഗ് വേർബാണ്. സ്റ്റാർട്ട് എന്ന വെർബിൻ്റെ 3ാമത്തെ രൂപമാണ് സ്റ്റാർട്ടഡ്. സ്റ്റാർട്ട്, സ്റ്റാർട്ടഡ്, സ്റ്റാർട്ടഡ്. അപ്പോൾ ഹാഡ് പ്ലസ് V3. ദ മൂവി ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ്. ഈ സെൻറ്റൻസ് നോക്കിയേ. വെൻ ഐ റീച്ച്ഡ് ഹോം മൈ വൈഫ് ഹാഡ് ഹാഡ് ഹെർ ഡിന്നർ. വെൻ ഐ റീച്ച്ഡ് ഹോം മൈ വൈഫ് ഹാഡ് ഹാഡ് ഹെർ ഡിന്നർ. ഞാൻ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ഭാര്യ ഡിന്നർ കഴിച്ചു കഴിഞ്ഞിരുന്നു എന്നതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഇവിടെ 2 ആക്ഷൻസ് പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ ഒരു ആക്ഷൻ സിമ്പിൾ പ്രസൻറ്റിലും മറ്റേത് പാസ്റ്റ് പെർഫെക്റ്റിലുമാണ്. മൈ വൈഫ് ഹാഡ് ഹാഡ് ഹെർ ഡിന്നർ. ഇതിൽ ആദ്യത്തെ ഹാഡ് ഹെൽപ്പിംഗ് വേർബാണ്. കഴിക്കുക, ഈറ്റ് എന്നതിന് പകരം ഹാവ് ഉപയോഗിക്കാം എന്ന് മനസ്സിലായതാണ്. അപ്പോൾ ഹാവിൻ്റെ 3rd ഫോം ഏതാണ്? ഹാഡ്. മൈ വൈഫ് ഹാഡ് ഹാഡ് ഹെർ ഡിന്നർ. ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഐ ഹാഡ് ഹാഡ് എ ഡിസ്കഷൻ ബിഫോർ യു കെയിം. ഐ ഹാഡ് ഹാഡ് എ ഡിസ്കഷൻ ബിഫോർ യു കെയിം. ഇവിടെയും ആദ്യം പറഞ്ഞ ഹാഡ് ഹെൽപ്പിംഗ് വേർബാണ്. 2ാമത്തെ ഹാഡ് V3 ആണ്. നിങ്ങൾ വരുന്നതിന് മുൻപ് ഞാനൊരു ചർച്ച നടത്തിയിരുന്നു എന്നതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥമല്ലേ. നടത്തുക എന്ന വേർഡ് കണ്ടക്റ്റ്. അപ്പോൾ അതിൻ്റെ 3rd ഫോം എന്ന് പറയുമ്പോൾ കണ്ടക്ട്, കണ്ടക്റ്റഡ്, കണ്ടക്റ്റഡ്. അതേ രീതിയിലാണ് ഞാൻ എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്? ഹാവ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാവിൻ്റെ 3rd ഫോം ഹാഡ്. ഐ ഹാഡ് ഹാഡ് എ ഡിസ്കഷൻ ബിഫോർ യു കെയിം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഹാസ് ഹാഡ്, ഹാവ് ഹാഡ്, ഹാഡ് ഹാഡ് എവിടെയാണ് ഉപയോഗിക്കുക എന്നതിനെ കുറിച്ചാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുമാണ് ഇവ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരേ അർത്ഥത്തിലാണ് ഹാസും ഹാവും ഉപയോഗിക്കുന്നത്. പാസ്റ്റിലാണ് ഹാഡ് ഉപയോഗിക്കുന്നത്. ഹാവ് എന്ന വെർബിൻ്റെ 3ാമത്തെ രൂപമാണ് ഹാഡ്. ഈ കാര്യങ്ങളാണ് ഈ ടോപ്പിക്കുമായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
താങ്ക് യു.